ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളായി ഇത് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് 2 പച്ചമുളക് പഴുത്തതാണ് കേട്ടോ, അതാണ് ഇത് ചുവന്ന കളറായിരിക്കുന്നത്, എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും 2-3-4 അല്ലി വെളുത്തുള്ളി ചതച്ചും കൂടെ എടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇത് 3ഉം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതാണ്, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞ് അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ക്യാപ്സിക്കം ഇല്ലയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ക്യാബേജ് കനമില്ലാതെ നീളത്തിലായി അരിഞ്ഞെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി തന്നെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത ശേഷം നമുക്ക് ഇതൊന്നുകൂടെ ഇളക്കി കൊടുക്കണം. ഇത് ഒരുപാട് വെന്ത് പോവണ്ട, ഒന്ന് ചെറുതായി വാടി വന്നാൽ മതി കേട്ടോ. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ക്രഷ് ചെയ്ത ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 നുള്ളു പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. അപ്പോൾ എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ആയിട്ട് നമ്മുടെ ഈ കറി നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പഴുത്ത മാങ്ങ ഉണ്ടല്ലോ, അത് നീളത്തിൽ സ്ലൈസ് ആക്കിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് ഇത് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അതുകൂടെ ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തിക്ക് സോസാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ തിക്ക് സോസ് റെഡിയാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായി തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ യോജിപ്പിച്ച് കഴിയുമ്പോൾ നല്ല തിക്കായി ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2-3 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കണ്ടില്ലേ, 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ ഒരു പരുവത്തിലാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളല്ലേ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കാണാനും നല്ല ഭംഗിയുണ്ട് അല്ലേ, ചുവപ്പും പച്ചയും മഞ്ഞയും എല്ലാ കളറും കൂടെ മിക്സായിട്ട്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇതിലെ വെജിറ്റബിൾസ് ഒരുപാട് അങ്ങോട്ട് വെന്ത് പോയി കുഴഞ്ഞു പോവേണ്ട ആവശ്യമില്ല. കടിക്കാൻ പറ്റുന്നൊരു പരുവത്തിലായാൽ മതി. പിന്നെ മാങ്ങ, ക്യാപ്സിക്കം അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നമുക്ക് കയ്യിൽ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇത് നമുക്കൊരു ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ സൈഡ് ഡിഷായി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് കേട്ടോ ഇത് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.